ആരും മുസ്ലിം വിഭാഗത്തിന് ഒരിക്കലും എതിരാകാൻ പാടില്ല. അതൊരു മതവിഭാഗമാണ്. പക്ഷേ നമ്മളെതിരായിരിക്കുന്നതുകൊണ്ട് ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ അത് നമ്മൾ പറഞ്ഞു കേട്ടുള്ളതാണ്. ഭീകര പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നവരെ മിക്കവാറും എല്ലാം തന്നെ മുസ്ലിങ്ങളാണെന്നും, പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഒന്നും ഭീകര പ്രസ്ഥാനങ്ങൾപ്പെട്ടവരല്ലെന്നും നല്ല മനുഷ്യരാണെന്നും അവിടെ ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരാളിനെ കണ്ടുകൊണ്ട് പ്രചരിച്ചോടി കാണുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് മുസ്ലിം ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നിട്ടില്ലേ, എന്നെ കുഴപ്പമുണ്ടായിരുന്നു. മുഹമ്മദ് കോയ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, എന്നെ കുഴപ്പമുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രി ആകട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് ജനാധിപത്യ രീതിയിലൂടെ അവർ പോകുന്നുവെങ്കിൽ ജനാധിപത്യ നിലയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കും. പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ പ്രത്യേകിച്ചും ഇപ്പം എന്താ അതിനെ കുഴപ്പമായിരിക്കുന്നത്? അവർ മുഖ്യമന്ത്രിയാകാനുള്ള മിടുക്കന്മാർ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പം തന്നെയുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ഫാദറെ ഈ സഭയുടെ ഒരു ഔദ്യോഗിക വക്താവൊന്നും അല്ലല്ലോ, സഭയുടെ നിലപാടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം. അങ്ങനെയാണ് നേതാക്കൾ പറയുന്നതും. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. ഈ CPM അങ്ങനെയാണ് പറഞ്ഞത്, PC ജോർജ് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ മഞ്ജുഷ നേരത്തെ ജോണി നെല്ലൂർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. സഭയിലെ ഏറ്റവും ആദരണീയനായ വൈദികനാണ്, ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് എന്ന ആമുഖം തന്നെ എടുത്താൽ മതി അദ്ദേഹത്തിന് സഭയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഈ കേരള കോൺഗ്രസിലുള്ള ബന്ധങ്ങൾ പല ഘട്ടത്തിലും കേരള കോൺഗ്രസിൽ അദ്ദേഹം ഇടപെടാറുണ്ട് എന്നും ജോണി നെല്ലൂർ തുറന്ന് സമ്മതിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതുതന്നെയാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു മറുപടി. യഥാർത്ഥത്തിൽ മാണി പുതിയിടം തുറന്നു പറഞ്ഞത് ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ചുമതലയുള്ള പല വൈദികരും പറയാതിരിക്കുന്നതാണ് മാണി പുതിയിടം തുറന്നു പറഞ്ഞത്. സഭയുടെ ഇടപെടൽ ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു, അത് ഫലത്തിൽ മടുത്തു നിൽക്കുകയാണ്. അതായത് ഒരു ലയനം എന്നുള്ളത് അദ്ദേഹം വേണം, അതാണ് സഭയിലെ വിശ്വാസികളുടെയൊക്കെ ആവശ്യം എന്ന് പറയുമ്പോൾ സഭാവിശ്വാസികൾ അടക്കം ഈ ഒരു നിലപാടിൽ മടുത്തു നിൽക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം ചേർത്ത് പറയുന്നത്. തീർച്ചയായും കത്തോലിക്ക സഭയുടെ ഒരു ഔദ്യോഗിക നിലപാട് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് അങ്ങനെ ഒരു ഫോം ഇരുന്ന് ഏതെങ്കിലും സിനഡോ അങ്ങനെ ഒന്നും കൂടി പറയുന്നതോ അല്ലെ KCBCയുടെ നിലപാടൊന്നും ആയിട്ടല്ലല്ലോ ഒരു വൈദികൻ പറയും. പക്ഷെ ആ വൈദികന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ജോണി നെല്ലൂരിന്റെ വാക്കുകൾ കൂടി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടത്. ഒരു കാര്യമുള്ളത്, അദ്ദേഹം BJP ഫലത്തിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഈ മഹാരാഷ്ട്രയിലെ അടക്കം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPക്ക് ഒരു അടവ് നയമാണ് BJP പയറ്റുന്നത്. അപ്പോൾ തിരിച്ച് BJPയോട് ചേർന്ന് നിൽക്കുന്നത് കുഴപ്പമില്ല, തിരിച്ചൊരു അടവ് നയത്തിന് കുഴപ്പമില്ല. പക്ഷെ BJP എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സഭയിൽ ഇടപെട്ടടക്കം പല ചർച്ചകളും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട അടിത്തട്ടിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അത് ഏതറ്റം വരെ എത്തും, അതിൽ ജോസ് കെ മാണി ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായി, വളരെ ഏതാണ്ട് 30 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു അഭിമുഖമാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ മുസ്ലിം ലീഗിനെ അദ്ദേഹം എതിർക്കുന്നില്ല. പക്ഷേ ഈ മുസ്ലിം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ അത്തരം തീവ്രവാദികൾ, അത്തരം ഒരു എന്താ പറയുക വിഭാഗങ്ങൾ ഇവിടെ അവരോടുള്ള ഒരു ഭയമാണ് ഫലത്തിൽ BJPയിലേക്ക് അടുക്കുന്നത്. അത് ഈ ഇസ്രായേൽ അടക്കമുള്ള സംഭവങ്ങൾ, ഗസയിലെ അടക്കമുള്ള സംഭവങ്ങളിൽ കേരളത്തിൽ പ്രീണന നയമാണ് ഫലത്തിൽ ഇടത് വലത് മുന്നണികൾ നടത്തുന്നതെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാണി പുതിയിടം വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ സാധാരണഗതിയിൽ ഒരു വൈദികന്റെ പ്രതികരണം ഇങ്ങനെ വരാറില്ല. അങ്ങനെയാണ് ആ നിലയ്ക്കാണ് ഏതാണ്ട് ഈ വിഷയത്തിലെ സമഗ്രമായ ഒരു പ്രതികരണം ശരിയാണ്. കേരള കോൺഗ്രസിന് എന്തായാലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പറ്റുകയില്ല. കേരള കോൺഗ്രസിന്റെ ഒരു നേതാവും അങ്ങനെ തള്ളിപ്പറയുകയുമില്ല. പക്ഷേ CPMന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാം. മതസംഘടനകളും മതമേലധ്യക്ഷന്മാരും വികാരിമാരും ഒന്നും ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടതില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന് ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഫാദർ മാണി പുതിയിടം, അദ്ദേഹം സീനിയർ വികാറാണ്, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ളതാണ്. കത്തോലിക്ക സഭയിലും അദ്ദേഹം പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളതാണ്. ദീപികയുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നയാളാണ്. ഇങ്ങനെ അദ്ദേഹം സഭയുടെ ഒരു വക്താവായിട്ട് തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നയാളാണ്. ഇപ്പോഴും സീനിയർ പദവിയിലുള്ളയാളാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ UDFിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നതാണ് നല്ലത്. അതുമാത്രമല്ല, കേരള കോൺഗ്രസുകളുടെ ഒരു ലയനം ഉണ്ടാവണം എന്നതാണ്. എങ്ങനെയാണ് താങ്കളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? നോക്കൂ, കേരളത്തിൽ ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ UDFന്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളം കാലമായി തുടരുന്ന പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം കേരളത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ സർവ്വസന്നാഹവും എടുത്തിട്ടും മുഖ്യമന്ത്രി നേരിട്ട് പട നയിച്ചിട്ടും CPMന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള, ഏറ്റവും ലഭ്യമാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയം നിലമ്പൂരിൽ അവർ നേരിട്ടത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ വ്യക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. സമസ്ത മേഖലയിലെയും ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്.
സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വികാരം പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും തിരിച്ചറിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ അർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകും. UDF-ലേക്ക് അനുകൂലമായി UDF-ൽ ധാരാളം പുതിയ ആളുകൾ കടന്നു വരും എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ആ വിസ്മയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. ശരി, ശ്രീ സന്ദീപ് വാര്യർ. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പലരും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ അതിൽ ജോണി നെല്ലൂരിൻ്റെ തുറന്നു പറച്ചിലും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഫാദർ മാണി പുതിയിടം പോലും ഇക്കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നയാളാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ സഭ വലിയ താല്പര്യത്തോടു കൂടി തന്നെ ഇതിനെ കാണുന്നു എന്നാണ്. പക്ഷേ സഭയ്ക്ക് മടുത്തു എന്ന് പറയുമ്പോൾ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഇടപെടാൻ ആഗ്രഹമില്ല എന്നതാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും മഞ്ജുഷ്, കാരണം ഈ ഇടത് സർക്കാരിന് കീഴിൽ സഭ അസംതൃപ്തരാണ്. അതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, JB കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാത്തത്, അതുമായി ബന്ധപ്പെട്ടൊരു നടപടികൾ സ്വീകരിക്കാത്തത്. രണ്ടാമത്തേത് വന്യജീവി ആക്രമണം, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വിലയുടെ കാര്യത്തിൽ. ശരി, കേൾക്കുന്നില്ല ടോം, ഒന്നുകൂടി വരാം. എന്തായാലും ഇക്കാര്യത്തിൽ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ക്രൈസ്തവ സഭകൾക്ക് അമർഷമുണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് അമർഷമുണ്ട്. അക്കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാവുകയാണ്. അതിനുവേണ്ടിയുള്ള ചില ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ എത്തിക്കുവാനുള്ള ശ്രമം നടക്കുന്നതും കേരള കോൺഗ്രസുകൾ ലയിച്ച് UDF-ൽ വരണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നതും സഭ. ഇക്കാര്യമാണ് ഫാദർ മാണി പുതിയിടം തുറന്നു പറഞ്ഞത്. ടോം, തുടർന്നോളൂ. മഞ്ജുഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു. കാരണം സഭ കുറെ നാളുകളായി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ വന്യജീവി ആക്രമണം, കാർഷിക വിളകളുടെ വിലയുടെ കാര്യത്തിൽ, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വിലയുടെ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം സഭയ്ക്ക് ഇപ്പോഴും പരിഭവമുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ്. പക്ഷേ ജോണി നെല്ലൂർ പറഞ്ഞൊരു വസ്തുതയാണ്, കേരള കോൺഗ്രസ് അവിടെ സംതൃപ്തരാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 12 സീറ്റ്, അതും 5 ജില്ലകളിലായി, മധ്യ കേരളത്തിലെ 5 ജില്ലകളിലായി 12 സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നൽകിയിരുന്നു. ഈ സമീപകാലത്ത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും വന്നപ്പോൾ CPM-ലെ ചില ആളുകളുടെ ഇടയിൽ, ചില നേതാക്കളുടെ ഇടയിൽ നിന്നും കേരള കോൺഗ്രസിനെതിരായി ചില പ്രസ്താവനകൾ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് അതിന് താക്കീത് കൊടുത്തതാണ്. കേരള കോൺഗ്രസിനെ പിണക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ മാത്രമല്ല, മലബാർ മേഖലയിൽ, കുടിയേറ്റ മേഖലകളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ, അതായത് പല നിയോജക മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സാന്നിധ്യമുണ്ട്. അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് സ്വാഭാവികമായും പ്രതിഫലിക്കും. UDF, കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം AK ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ല, മതിമറന്ന് ആ വിജയത്തിൽ മതിമറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകാം. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ വിജയം, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ വിജയം സ്വന്തമാക്കുകയും അതേ തുടർന്ന് UDF നേതാക്കളുടെ ഇടയിലുള്ള ഒരു ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്. പിന്നീട് മാണി വിഭാഗത്തിന്റെ പിന്തുണയില്ലെങ്കിലും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു UDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്. സ്വാഭാവികമായും മാണി വിഭാഗത്തിന് വലിയ സ്വാധീനം, പഴയ പോലെയുള്ള സ്വാധീനം ഇല്ലെങ്കിൽ പോലും ക്രൈസ്തവ വിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് സുറിയാനി വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനമുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. അവരെ പിണക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ അന്വയിപ്പിച്ച് ഒപ്പം നിർത്തിയാൽ UDF-ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സഭ അതിനുവേണ്ടി ഇടപെടുന്നുണ്ട്. കാരണം ഇനിയും ഒരു ഇടത് ഭരണ തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് കൃത്യമായ ഒരു ഇടപെടലുകൾ, ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി സഭയ്ക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ടോം, അത് തന്നെയാണ് വിശ്വാസികളുടെ പേരിൽ സഭയുടെ ഇത്തരത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസിനെ ഏത് വിധേനയും UDF-ൽ എത്തിക്കുവാനും കേരള കോൺഗ്രസുകളുടെ ഐക്യം സാധ്യമാക്കുവാനുള്ള ശ്രമം സഭയിൽ നിന്ന് നടക്കുന്നത്. കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികനായ ഫാദർ മാണി പുതിയിടം ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തത് അതീവ ഗൗരവമുള്ള കാര്യമാണ്.